ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ വൈകാരികമായ പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഏപ്രിൽ 22 പെഹൽഗാം ആക്രമണത്തിൽ മായ്ക്കപ്പെട്ട നെറ്റിയിലെ സിന്ദൂരത്തിലുള്ള മറുപടിക്ക് ഇതിനപ്പുറം ഒരു പേരുണ്ടോ? ഒപ്പം ഇന്ത്യൻ നാരീശക്തി എന്തെന്നുകൂടി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസമായ കുട്ടി അവരെ മുമ്പിൽ വെച്ചിട്ടാണ് ഭർത്താക്കന്മാരെ കൊല്ലുന്നത്. അത് സഹിക്കാൻ പറ്റുമോ ഒരു പെണ്ണുങ്ങൾക്കും? അപ്പം തിരിച്ചടിക്കണം, തീർച്ചയായിട്ടും തിരിച്ചടിക്കണം. അവരെ തിരിച്ചടിച്ച് നശിപ്പിക്കണം എന്നാ പറഞ്ഞ ഭീകരവാദികളെ. അല്ലാതെ ഇനി വേണ്ട, അവര് വേണ്ട. അത്രക്കും സങ്കടം ഉണ്ടായിരുന്നു ഞമ്മക്കത് കേട്ടിട്ട്. പെഹൽഗാമിലെ മതം ചോദിച്ചുള്ള കൂട്ടക്കൊല ഓരോ സാധാരണക്കാരിലും ഉണ്ടാക്കിയ സ്വാധീനമാണ് ഈ വാക്കുകൾ. സിന്ദൂരം എന്നത് വെറുമൊരു വാക്കല്ല. ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതയാത്രയിൽ അതിന് സവിശേഷമായ സ്ഥാനമുണ്ട്. आतंक का हर संगठन जान चुका है कि हमारी बहनों बेटियों के माथे से सिंदूर हटाने का अंजाम क्या होता है. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് രാജ്യത്തോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ നമ്മുടെ സൈന്യം നിയോഗിച്ചത് കേണൽ സോഫിയ ഖുറേഷിയെയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെയും. ഇന്ത്യയിൽ ഭിന്നിപ്പ് വരുത്താൻ ശ്രമിക്കുന്നവർക്ക് കൂടിയുള്ള മറുപടി: രാജ്യമാണ് വലുത്, മറ്റെന്തും രണ്ടാമത് മാത്രം. देवियों और सज्जनों, मैं कर्नल सोफिया कुरैशी और मेरे साथ विंग कमांडर व्योमिका सिंह आज आपको 6 से 7 मई 2025 की रात 1:05 से 1:30 बजे के बीच भारतीय सशस्त्र बलों द्वारा अंजाम दिए गए ऑपरेशन सिंदूर के बारे में जानकारी देंगे. The locations were so selected to avoid damage to civilian infrastructures and loss of any civilian lives. അളന്നു മുറിച്ച വാക്കുകളിലൂടെ വിശദീകരണങ്ങൾ നടത്തിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. In response, India has defended and reacted in a responsible and measured fashion to these provocations and these escalations by the Pakistani side. അതേസമയം വിക്രം മിശ്രിക്കെതിരെയും സോഫിയ ഖുറേഷിക്കെതിരെയും വെറുപ്പ് പ്രചരിപ്പിച്ചവർ ഈ നാട്ടിലുണ്ടായെന്നത് നാണക്കേടായി. അതിൽ മധ്യപ്രദേശിലെ BJP മന്ത്രി വരെ ഉണ്ടായിരുന്നു. പതിവില്ലാത്ത വിധം 3 സേനകളുടെയും മുതിർന്ന ഉദ്യോഗസ്ഥർ അണിനിരന്ന വാർത്താ സമ്മേളനം രാജ്യത്തിനാകെ പകർന്നു നൽകിയ ആത്മവിശ്വാസവും ചെറുതല്ല. Indian Navy's action is part of the escalation ladder mechanism which we have worked out amongst 3 services. This time, if Pakistan dare take any action, and Pakistan knows it, what we are going to do. That's all. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് മേൽ നേടിയ ആധികാരിക വിജയം എങ്ങനെയെന്ന് തെളിവ് സഹിതമാണ് നമ്മുടെ സേനാ തലവന്മാർ രാജ്യത്തോട് വ്യക്തമാക്കിയത്. The eyes in the sky that we would send up to ensure that we brought back evidence that we had indeed targeted what we set out to. The precise images of these engagements on that fateful and historical night have already been showcased during the first press statement on the 7th of May that was held by our Foreign Secretary. We struck his air bases, command centers, military infrastructure, air defense systems across the entire Western Front. The bases we struck includes Chaklala, Rafiki, and mind you, Chaklala is Islamabad. Rahim Yar Khan, Sakar, sending a clear message that aggression will not be tolerated. സൈനികമായി തിരിച്ചടി ഏറ്റുവാങ്ങിയ പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ വ്യാജവാർത്തകൾ പടച്ചുവിട്ടാണ് ഇന്ത്യയോട് പോരിനിറങ്ങിയത്. എന്നാൽ നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഈ വ്യാജവാർത്തകളെ ഒന്നൊന്നായി തെളിവ് സഹിതം പൊളിച്ചു. Indian Armed Forces reiterate their commitment to non-escalation, provided it is reciprocated by the Pakistan military. At the end, I would also like to show you a few images of Air Force bases in the Punjab sector and Rajasthan sector, where it is mighty clear that we are debunking the Pakistani claims of causing destruction at these air bases. രാജ്യത്തെ സംരക്ഷിക്കാൻ സൈന്യത്തിന് മാത്രമല്ല, നമ്മൾ സാധാരണക്കാർക്കും അവരവരുടേതായ പങ്കുണ്ട്. നമ്മുടെ ജോലികൾ തടസ്സമില്ലാതെ ചെയ്ത് രാജ്യത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്ന ഓരോ പൗരനും ഒരു തരത്തിൽ പോരാളി തന്നെ. സൈന്യത്തിനും സർക്കാരിനുമൊപ്പം ഇന്ത്യ എന്ന വികാരത്തെ നെഞ്ചേറ്റി നമ്മൾ ഓരോരുത്തരും അണിചേർന്നാൽ ഭാരതം സുരക്ഷിതമായിരിക്കും.